എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു പുതിയ വേദപഠന സീരീസ് ആരംഭിക്കുകയാണ്. എഫേസ്യ ലേഖനമാണ് അത് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് റോമാലേഖനവും ഗലാത്യ ലേഖനവും അതുപോലെ ഇനി വരാനുള്ള ലേഖനങ്ങൾ എല്ലാറ്റിൻ്റെയും ഒരു ചുരുക്കമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് നീതീകരണത്തെക്കുറിച്ച് മാത്രമല്ല, ഗലാത്യ ലേഖനത്തിൽ നീതീകരണം എന്നൊരു മെയിൻ ടോപ്പിക്കിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ നീതീകരണം മാത്രമല്ല, നമ്മുടെ വിശുദ്ധീകരണം, പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ കൂടെ ഉൾപ്പെടുന്ന നമ്മുടെ അനുദിന ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഡെയിലി ലിവിങ്ങിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന പുസ്തകം കൂടെയാണ് എഫേസ്യ ലേഖനം. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദ ഗോസ്പലാണ് എഫേസ്യ ലേഖനം. അതുകൊണ്ട് വളരെ നിർണായകമായൊരു ലേഖനമാണിത്. റോമാലേഖനം പോലെ തന്നെ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് നൽകുകയും അതോടൊപ്പം തന്നെ രക്ഷ പ്രാവർത്തികമാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് നമുക്ക് വേഴ്സ് ബൈ വേഴ്സ് പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് സാധാരണഗതിയിൽ ഗലാത്യ ലേഖനം പോലെ തന്നെയുള്ള ഒരു തുടക്കമാണ്. എഫേസ്യ ലേഖനത്തിലും കൺസിഡേർഡ് അനദർ പ്രിസൺ എപ്പിസിൽ. പൗലോസ് ജയിലിൽ കിടന്നെഴുതിയ ലേഖനം തന്നെയാണ് ഇതും. ഇനി വരാൻ പോകുന്ന ഫിലിപ്പിയ ലേഖനവും കൊളോസ് ലേഖനവും ഫിലമോന്റെ ലേഖനവും ഇതെല്ലാം പ്രിസൺ എപ്പിസിൽസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ലേഖനങ്ങളാണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. പൗലോസ് ജയിലിൽ നിന്നാണ് എഴുതുന്നത്. എഫെസോസിലുള്ള സകല വിശുദ്ധന്മാർക്കും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായുള്ളവർക്ക് ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. ഈ ഒരു വാക്യം ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ഗലാത്യ ലേഖനം തുടങ്ങിയപ്പോൾ ഇത് തന്നെയാണ് വിശദീകരിച്ചത്. ദൈവ ഇഷ്ടത്താൽ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലനായത്, എന്താണ് പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന്റെ ഊന്നൽ. കാരണം പൗലോസ് പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വളരെ റാഡിക്കലായ, അതായത് അതുവരെ ആളുകൾ ചിന്തിക്കാത്ത വളരെ വ്യക്തമായ ചില മർമ്മങ്ങൾ പഴയകാലത്ത് മറഞ്ഞിരുന്നു, ന്യായപ്രമാണ കാലഘട്ടത്തെ ആളുകൾക്ക് വെളിപ്പെടാതിരുന്നതുമായ മർമ്മങ്ങളാണ് പൗലോസ് പറയുന്നത്. അത് അതോറിറ്റിയോട് കൂടിയാണ് പറയുന്നത്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ അയച്ചു എന്നുള്ള അതോറിറ്റിയാണ്. രണ്ടാമത്തെ വാക്യവും നമ്മൾ അധികം വിശദീകരിക്കേണ്ടതില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത്തെ വാക്യവും വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ചുരുക്കമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ കൃപ എന്ന വാക്ക് ഒന്ന് വിശദീകരിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലയിടത്തും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കൃപയ്ക്ക് 3 പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. കൃപ എന്ന് പറയുന്നത് നമ്മൾ വേദശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ അത് അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന അംഗീകാരമാണ് കൃപ. നമ്മൾ അങ്ങനെയാണ് പൊതുവെ ഇത് പ്രയോഗിക്കുന്നത്, വേദശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത്. എന്നാൽ ഈ കൃപയ്ക്ക് പ്രൈമറി മീനിങ് അതല്ല. വേദശാസ്ത്രപരമായ അർത്ഥമാണ് ഈ പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ. അത് നമ്മൾ കാണുന്ന ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇത് കാണുന്നത് റോമാലേഖനം 5-ാം അധ്യായത്തിലാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കും. അതുകൊണ്ട് നമ്മെ നീതിമാന്മാരാക്കി മാറ്റുന്ന ദൈവകൃപ. ഓക്കെ, അതായത് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ നീതിമാൻ എന്ന് വിളിച്ചാൽ മതി. എന്നാൽ ദൈവം വിശ്വസിക്കുന്നവരെ നീതീകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിനാൽ ആ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു കൃപ, ആ കൃപയാണ് ഇവിടെ പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ. അതായത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണും. പല സ്ഥലത്തും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ
എഫ്.എസ്.സി ലേഖനത്തിൽ കൃപ എന്നുള്ള അർത്ഥം ഉപയോഗിക്കുമ്പോൾ, ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ, കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ, സംതിങ് ദാറ്റ് ഇൻക്രീസസ്, വർദ്ധിച്ചു വരുന്ന എന്തോ ആണ് കൃപ. എന്താണ് നമ്മിൽ വർദ്ധിച്ചു വരുന്ന കൃപ എന്ന് പറയുന്നത്? നമ്മൾ നീതീകരിക്കുന്ന കൃപ എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന കൃപയല്ല. അത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കൃപയാണ്. ആ കൃപയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്നാൽ എന്താണ് നമ്മിൽ വർദ്ധിച്ചു വരുന്ന കൃപ? അത് നമ്മൾ കാണണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമായി. അവിടെ പറഞ്ഞിരിക്കുന്ന വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നിറഞ്ഞ കൃപയാണ്, സംതിങ് ദാറ്റ് ഫിൽസ് അപ്പ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിൽ പാർത്തു. ഇനി 16-ാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കും. 2 കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചിരിക്കുന്നു. കൃപയുടെ മേൽ കൃപ, തേജസ്സിന്മേൽ തേജസ്. ഓക്കെ, അപ്പോൾ വർദ്ധിച്ചു വരുന്ന സംതിങ്, ആ കൃപയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൃപ നിങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ, നിറഞ്ഞു വരട്ടെ. അപ്പൊ ഇത് നമ്മൾ കൃപ എന്നുള്ള വാക്കിന്റെ പ്രൈമറി മീനിങ്ങിലേക്ക് നമ്മൾ, എന്താണത്? കൃപ എന്ന വാക്കിന്റെ പ്രൈമറി മീനിങ് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗം, എന്തൊരു കൃപയാണ് എന്ന് ചോദിക്കുമ്പോൾ, ഓ എന്തൊരു കൃപയാണ് ആ മനുഷ്യന്, അല്ലെങ്കിൽ എന്തൊരു മനോഹരത്വമാണ്, നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നത്. ഓ ഹൗ ഗ്രേസ്ഫുൾ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്തൊരു ഗ്രേസ് ആണ്, ആ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു ഗ്രേസ് ആണ്, അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ എന്തൊരു അർഹിക്കാത്ത ദാനമാണെന്നല്ല, എന്തൊരു മനോഹരത്വമാണ്. യേശുക്രിസ്തുവിൽ കൃപ നിറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം യേശുക്രിസ്തുവിൽ അർഹിക്കാത്ത ദാനങ്ങളെല്ലാം കൂടെ നിറഞ്ഞിരുന്നു എന്നല്ല. യേശുക്രിസ്തു മനോഹരമായിരുന്നതാണ്. ഹി വാസ് ബ്യൂട്ടിഫുൾ ബിയോണ്ട് ഹ്യൂമൻ കാൽക്കുലേഷൻസ് ഓർ എക്സ്പെക്ടേഷൻസ്. ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന ഓർ ഹിസ് മെഷർമെന്റ്സ്, എസ്റ്റിമേറ്റ്, ഇതിനൊക്കെ അപ്പുറമായിരുന്നു കർത്താവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് ലൗകികമായിരുന്നില്ല. അതായത് കാണുമ്പം ഫീച്ചർ പെർഫെക്റ്റ്, നമ്മൾ കാണുന്ന ഫീച്ചർ പെർഫെക്റ്റ് ബ്യൂട്ടി ആയിരുന്നില്ല. നല്ല മൂക്ക്, നല്ല കണ്ണ്, അങ്ങനെ ആയിരുന്നില്ല. ദാറ്റ്സ് ഹ്യൂമൻ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. എന്നാൽ ദൈവത്തിന്റെ സൗന്ദര്യം, കർത്താവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അലൗകികമായിരുന്നു. അതർ വേൾഡ്ലി, അതായത് നമുക്ക് ആ മനുഷ്യന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ചെല്ലാൻ തോന്നുക, വീണ്ടും വീണ്ടും ആ ശബ്ദം കേൾക്കാൻ തോന്നുക, ആ പ്രസൻസിൽ ഇരിക്കാൻ തോന്നുക, വിട്ടുപോകാൻ തോന്നാതിരിക്കുക. ഈ അലൗകികമായ ആകർഷകത്വത്തെയാണ് അവിടെ കൃപ എന്ന വാക്കുകൊണ്ട്. ഈ ആകർഷകത്വമാണ് കർത്താവില് ശിഷ്യന്മാർ കണ്ടത്. അവർ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തത് ആ ആകർഷണത്തെയാണ്. അപ്പോൾ ഈ കൃപ നമ്മളിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നൊരു കൃപയാണ്. ഈ കൃപയെ ശിഷ്യന്മാർ കണ്ടത് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ടാണ്. പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്. അപ്പോൾ തേജസ് എന്ന് പറയുന്ന ഒരു മനോഹരത്വമാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ട് അത് എഴുതി ഇങ്ങനെ, The word became flesh and made his dwelling among us. We saw his glory. We beheld his glory. The glory as of the only Son of the Father, full of grace and truth. പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ് ഞങ്ങൾ എങ്ങനെ കണ്ടു? കൃപയും സത്യവും നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് തേജസ് ഞങ്ങൾ അനുഭവിച്ചത്. കർത്താവിന്റെ സ്വർഗീയമായ തേജസ്സുമായിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് വരികയായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും അവന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ദൂതന്മാർ പോലും ഭയപ്പെട്ടിരുന്ന ആ തേജസ്സുമായിട്ട് കർത്താവ് ഇങ്ങോട്ട് വന്നില്ല. അതിന് പകരം there was a conversion, incarnation converted his glory into a beauty. അതായത് മനുഷ്യാവതാരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പ്രൈമറി ദൂതന്മാർ നമസ്കരിച്ചുകൊണ്ടിരുന്ന അവന്റെ മഹത്വം മനുഷ്യർക്ക്
ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു മനോഹരത്വമായി മാറുകയാണ്. അതാണ് ഏറ്റവും അത്ഭുതകരമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. All the glory that he had in heaven, he abandoned there and took the form of a man, full of grace. ആ തേജസ്സിനെ ശിഷ്യന്മാർ കാണുന്നത് ദൂതന്മാർ അടുത്തുകൂടാൻ പറ്റാത്ത തേജസ്സായിട്ടല്ല, എല്ലാവർക്കും ഓടിച്ചെല്ലാവുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ടാണ്, ദൈവിക സ്വഭാവത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ടാണ് ശിഷ്യന്മാർ കാണുന്നത്. ഇത് നമ്മളിൽ നിറഞ്ഞു വരുന്ന എങ്ങനെയാണ്? ഈ കൃപയുടെ മേൽ കൃപ, ഞാൻ പറഞ്ഞല്ലോ, കൃപ എന്ന് പറയുന്നത് തേജസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കൃപയുടെ മേൽ കൃപ വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അവിടെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ മൂടുപടം മാറുമ്പോൾ സംഭവിക്കുന്നതായിട്ടാണ്. അതായത് ഹൃദയത്തിലെ മൂടുപടം മാറിയ ആ മുഖത്ത് കർത്താവിന്റെ തേജസ് ഡയറക്റ്റ് ആയിട്ട് പ്രതിഫലിക്കും. അങ്ങനെയാണ് നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത്. കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും മൂടുപടം നീങ്ങുകയും നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുകയും ചെയ്യും. ഓരോ ദിവസവും അവന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഞങ്ങൾ മറയില്ലാതെ, ഹൃദയത്തിലൊന്നും മറച്ചു വെക്കാതെ നിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഹൃദയത്തിലെ മൂടുപടം നീങ്ങി എൻ്റെ അകവും പുറവും കർത്താവിനെ കാണാവുന്ന ആ സ്വാതന്ത്ര്യത്തിൽ, ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖപ്രകാശം എന്നെ മുഖത്തെ പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തേജസ്സിന്മേൽ തേജസ് നമ്മൾ പ്രാപിക്കും. അത് കൃപയായിട്ടാണ് ഇപ്പോൾ വരുന്നത്, മനോഹരത്വമായിട്ടാണ് വരുന്നത്. എന്നാൽ പിന്നീട് അത് തേജസ്സായി രൂപാന്തരപ്പെടും. നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. അതുവരെയും നമ്മളിൽ ഈ കൃപയാണ് വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ഈ കൃപ നമ്മളിൽ വർദ്ധിച്ചു വരുന്ന പറയുമ്പോൾ നമ്മളിൽ മനോഹരത്വം, ആർക്കും അടുത്ത് ചെല്ലാവുന്ന, നമ്മൾ ഈ ആത്മീകരാകുമ്പോഴേക്കും ആരെ അടുപ്പിക്കാത്ത ഭയങ്കര എന്താ പറയുന്നത്, മുഖത്തും നടപ്പിലും എല്ലാം ഭക്തിയുടെ ഭാവമുള്ള ഗുരു, നമ്മുടെ ഈ സന്യാസിമാരെ കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ സംസാരിക്കാൻ ഭയങ്കര പാടല്ലേ. അതുപോലെ വലിയ വലിയ പാസ്റ്റർമാരാകുമ്പോഴേക്കും അവരോട് സംസാരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അവർ ഇത് വർദ്ധിപ്പിക്കുന്നത്, തേജസ്. ലോകത്തിന് തേജസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് മഹത്വം. തേജസ്സിന് വേറൊരു പേരാണ് മഹത്വം. ഓക്കെ, അത് വർദ്ധിപ്പിക്കാനുള്ള വലിയ പണി എന്ന് പറഞ്ഞാൽ അധികം വെളിപ്പെടാതിരിക്കുക, അധികം ആൾക്കാരുടെ മിണ്ടാതിരിക്കുക, ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 2 പേര് പോകുന്ന മീറ്റിങ്ങിനും വിളിച്ചാൽ പോകുന്ന ഒരാള് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അവർക്ക് വലിയ ഗമ ഉണ്ടാവില്ല, മാർക്കറ്റ് ഉണ്ടാവില്ല. എന്നാൽ വിളിച്ചാൽ മിനിമം 1000 പേര് വരുന്നിടത്ത് മാത്രം ചെല്ലുന്ന ആൾക്കാർക്ക് ഭയങ്കര വാല്യൂ ആയിരിക്കും. ലോകത്തിന്റെ വഴി അങ്ങനെയാണ്, നമ്മളെ കുറച്ചുകൂടി റിസർവ് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, എല്ലാം വെളിപ്പെടുത്താതിരിക്കുക, തുറന്നു പറയാതിരിക്കുക, ഒരു മിസ്റ്ററി സൃഷ്ടിക്കുക. അങ്ങനെയൊക്കെയാണ് ഒരു മഹത്വം ഉണ്ടാക്കുന്നത്. എന്നാൽ കർത്താവിന്റെ മഹത്വം നേരെ ഓപ്പോസിറ്റ് ആണ്. എല്ലാം തുറന്നു വിടുക. എനിക്കിനി രഹസ്യങ്ങളൊന്നുമില്ല, എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കൂടെ നടക്കുന്നു, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു, നിങ്ങളുടെ വർത്തമാനം പറയുന്നു. ഇതിൽ മറച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇതാണ് ഞാൻ. അങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തുന്നത്. ഇറ്റ് വാസ് സോ ഡിഫറെന്റ് ഫ്രം ദ വേൾഡ്. ഏത് മനുഷ്യർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സാധാരണക്കാരനായിരുന്നു കർത്താവ്. അങ്ങനെയാണ് ശിഷ്യന്മാർ അവന്റെ മഹത്വത്തെ കാണുന്നത്. ക്രിസ്തുവിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ഇരിക്കുകയും എന്നാൽ ദൈവത്തിന്റെ പുത്രനായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് വാസ് സംതിങ് അൺതിങ്കബിൾ, അല്ലെ? എന്റെ ഫ്ലഷ് പോലൊരു ഫ്ലഷുമായിട്ട് ഇവിടെ വന്ന് സാധാരണക്കാരനായി ജീവിച്ച് അതിഭയങ്കരമായ ദൈവിക മഹത്വത്തെ അവൻ ഈ കൃപയിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്. നമ്മൾ ക്രിസ്തുശാസ്ത്രം ഈവനിങ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച വേദപുസ്തക പഠനം ഉണ്ടായിരിക്കുന്നില്ല, വൈകിട്ടുള്ളത്. അടുത്ത ആഴ്ച മുതൽ റെഗുലറായിട്ട് 1-2 ദിവസം ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ ആ തക്ക സമയത്ത് അറിയുന്നത്, എത്താൻ പറ്റൂല്ലോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ.
അതുകൊണ്ട് ഈ ഒരാഴ്ച ഈവനിങ് ബൈബിൾ സ്റ്റഡീസ് ഉണ്ടാകുന്നതല്ല, അടുത്ത ആഴ്ച മുതൽ റെഗുലറായിട്ട് തുടരുന്നതായിരിക്കും. അവിടെ നമ്മൾ ക്രിസ്തുശാസ്ത്രത്തിൽ പഠിക്കുന്ന പോലെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, മനുഷ്യനായി മാറുമ്പോൾ കർത്താവ് അവന്റെ ഒരു ശക്തിയും മാറ്റിവെക്കുന്നില്ല. അവൻ പൂർണ്ണ ദൈവം തന്നെയാണ്. പക്ഷെ അവൻ അവന്റെ ദൈവികമായ ശക്തികൾ ഉപയോഗിക്കുന്നില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട് ശിഷ്യന്മാർക്ക്, ഇടയ്ക്കിടയ്ക്ക് കർട്ടൻ തുറന്ന് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവന്റെ തേജസ് അവൻ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു, മറുരൂപ മലയിൽ ചെറുതായിട്ട്, എ പാർട്ട് ഓഫ് ഇറ്റ്. ദൂതന്മാർ വർഷിപ്പ് ചെയ്യുന്ന ആ ഒരു ഫുൾ തേജസ് അല്ല അവിടെയും കാണും. അപ്പോൾ നമ്മളിൽ വർദ്ധിച്ചു വരുന്ന കൃപ എന്ന് പറയുന്ന കർത്താവ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്ത് കൃപയാണോ അനുഭവിച്ചത് അതേ കൃപ തന്നെയാണ്, അതേ കൃപയാണ് നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നത്. ഇത് വർദ്ധിച്ചു വരട്ടെ എന്നാണ് ഈ വർദ്ധിച്ചു വരുന്ന കൃപ എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ സമാധാനം എന്ന വാക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സമാധാനം എന്ന് പറയുന്നതിനകത്തും നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ നമ്മൾ സമാധാനം ബാർഗെയിൻ ചെയ്തുണ്ടാക്കുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തുണ്ടാക്കുക. എങ്ങനെയാണ് കോംപ്രമൈസ്ഡ് പീസ് ഉണ്ടാകുന്നത്? ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കോംപ്രമൈസ്ഡ് പീസ്, ഭർത്താവിന് ഒരു കാര്യം ഇഷ്ടമില്ല, ഭാര്യയ്ക്ക് ഒരു കാര്യം ഇഷ്ടമാണ്. ഞാനിത് പറയുമ്പോൾ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലല്ല പറയുന്നത്. രണ്ട് വിശ്വാസികളായ ഭാര്യ ഭർത്താക്കന്മാരുടെ. അവിശ്വാസിയും വിശ്വാസിയാണെങ്കിൽ ഈ പരിപാടി നടക്കില്ല. അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാര്യമാർക്ക്. ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയിൽ അത് ഈവൻ വേദപുസ്തകം വെച്ച് നോക്കിയാൽ അത് ഒരു പരിധിവരെ ചെയ്യേണ്ടി വരും. നോട്ട് അബൌട്ട് സീരിയസ് തിങ്സ്. ഓക്കെ, ഇനി ഒരു ഭാര്യയും ഭർത്താവും വിശ്വാസികളാണെന്ന് വിചാരിച്ചു. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ സിന്തസിസ് ഒരിക്കലും യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാകരുത്. എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വിശ്വാസിയായ ഭർത്താവ് പറയാൻ പാടില്ല. അവിടെ ഡിഫിക്കൽട്ട് പീസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഡിഫിക്കൽട്ട് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്തിരി വേദനിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഭാര്യയും ഇതേ തലത്തിൽ ചിന്തിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ. യു കനോട്ട് ഗോ ഡൗൺ, യു ഹാവ് ടു ഗോ അപ്പ് ആൻഡ് ബ്രിങ് ഹെർ അപ്പ്. സമാധാനം പോവോ? പോട്ടെ, കർത്താവുണ്ടല്ലോ. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മളൊരു സോഫ്റ്റ് ലൈഫ് എംബ്രേസ് ചെയ്യുന്ന ആളുകൾ. സോഫ്റ്റ് ലൈഫ് എംബ്രേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇന്ന് ഭാര്യയുടെ ലെവലിൽ കോംപ്രമൈസ് ചെയ്തെങ്കിൽ നാളെ ഭർത്താവിന്റെ ലെവലിൽ ഭാര്യ കോംപ്രമൈസ് ചെയ്യും. കോംപ്രമൈസ് ചെയ്ത് അവസാനം നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് മാറും. അപ്പൊ പറയും കുടുംബജീവിതം പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യണം ബ്രദറെ. ദൈവം നോക്കിയിടുന്നു. ഗോ അപ്പ്, വാക്ക് വിത്ത് ക്രൈസ്റ്റ്. ഭാര്യ ഭർത്താവ് പുറകെ വന്നോളൂ. വിശ്വാസിയാണെങ്കിലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഭാര്യയോ ഭർത്താവിനെ അപ്പനെ മക്കളെ ആരെ പ്രിയപ്പെട്ടാലും നിങ്ങൾ എനിക്കുള്ളവരല്ല എന്ന് പറയാനുള്ള കാരണം, ക്രിസ്തുവിന്റെ ലൈഫ്, ക്രിസ്തുവിനെ അനുഗമിച്ചുള്ള ലൈഫ് എന്ന് പറയുന്നത് പൊടിഞ്ഞു പോകുന്ന ഒരു ലൈഫാണ് ഈ ലോകത്ത്. നത്തിങ് റിമൈനിങ്. പക്ഷെ ഇത് ഒരു റിലീജിയോസിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അതായത് നമുക്കൊരു റിലീജിയോസിറ്റി ഉണ്ട്, അതിനകത്തോട്ട് മറ്റുള്ളവരെ നിർബന്ധിക്കുന്ന കാര്യമല്ല ഞാൻ പറയും. ഇപ്പൊ ഉദാഹരണത്തിന് രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിക്കുക. ചില ആൾക്കാർ ഭയങ്കര റിലീജിയസ് ആണ്. ഇപ്പൊ ഭർത്താവ് വിചാരിക്കും ഭാര്യ എൻ്റെ കൂടെ 2 മണിക്കൂർ, മേ ബി ഷീ ഈസ് നോട്ട് അപ് ടു ഇറ്റ് ഓർ ഹീ ഈസ് നോട്ട് അപ് ടു ഇറ്റ്. വിട്ടേക്ക്. നമ്മുടെ ഒരു മതമല്ലല്ലോ. ഇറ്റ്സ് അബൌട്ട് ലിവിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷകരെ സംബന്ധിച്ച് കോംപ്രമൈസ് ചെയ്ത ശുശ്രൂഷ കുറഞ്ഞുകൊണ്ടിരിക്കും. യു കനോട്ട് കോംപ്രമൈസ് എനിവെയർ. കാരണം കർത്താവിന് മുമ്പിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഭർത്താവിന് മുറിവേറ്റു, ഭാര്യയ്ക്ക് മുറിവേറ്റു. അപ്പൊ രണ്ടുപേരും മുട്ടുകുത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, കർത്താവ് നീ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാണോ ഞാൻ ചെയ്യുന്നത്? അതോ ഞാൻ എന്താ പറയുന്നത്, ഈ
ആത്മീയനാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതാണോ? അപ്പൊ ക്രിസ്തുവിലേക്കാണ് ഒരാൾ നടക്കുന്നതെങ്കിൽ അവിടെ യാതൊരുവിധ കോംപ്രമൈസിനും ഈ ലോകത്ത് അത് അനുവദനീയമാണ്. അതാണ് ഈ സമാധാനം ഷുഡ് നോട്ട് ബി എ കോംപ്രമൈസ്ഡ് പർച്ചേസ്ഡ് പീസ്. അങ്ങനെ പർച്ചേസ്ഡ് പീസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് പീസ് ഹിയർ, ബട്ട് യു വിൽ നോട്ട് ഹാവ് പീസ് വിത്ത് ദ ഫാദർ ഇൻ ഹെവൻ. ഓക്കെ, ഇത് ചിലപ്പോൾ ഇന്ന് മോഡേൺ സമൂഹങ്ങളിൽ ഇത് മനസ്സിലാവുകയില്ല. ബിക്കോസ് വി ആർ സോഫ്റ്റ് ഓൺ അവർ ഫീലിങ്സ്. നമുക്കെല്ലാ സോഫ്റ്റ് ഫീലിങ്സിനെ നർച്ചർ ചെയ്തും താലോലിച്ചും പോകുന്നവരായതുകൊണ്ട് മേ ബി ഹാർഡ് ടു ഡൈജസ്റ്റ്. പക്ഷെ സമാധാനം ദൈവം നമുക്ക് തരണം, അല്ലെങ്കിൽ വാള് മാത്രം ഉണ്ടാവുള്ളൂ. പീസ് എപ്പോഴും മനുഷ്യരായിട്ടല്ല, പീസ് ദൈവമായിട്ടാണ് പ്രൈമറിലി. ആ ദൈവമായിട്ട് നമുക്കുള്ള സമാധാനമാണ് മനുഷ്യരോടുള്ള ഡീലിങ്സിലേക്ക് വരേണ്ടത്. പീസ് ഹാസ് ഓൺലി വൺ ഫേസ്. അതുപോലെ തന്നെ സ്നേഹവും ഒറ്റ ഫേസേ ഉള്ളൂ. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം തന്നെയാണ് ഈ മനുഷ്യരോട് കാണിക്കുന്ന അഗപ്പെ. സെയിം, ആ അഗപ്പെ ഒരേ സബ്സ്റ്റൻസ് ആണ്. ദൈവത്തോട് നമുക്കുള്ള അതേ സ്നേഹം തന്നെയാണ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് അവർ ബ്രദേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് അറൗണ്ട്. ഓക്കെ, ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അധികം അഡ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറയാനുള്ള കാരണം. സമാധാനത്തെക്കുറിച്ച് നമ്മുടെ ഐഡിയ ഈസ് ഡിഫറെന്റ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നോക്കിയാൽ സമാധാനത്തെക്കുറിച്ചുള്ള ഒരു ബോച്ച്ഡ് ഐഡിയ നമുക്ക് കാണാം. അതായത് ഒരു വർഷം മുമ്പ് കണ്ടാന്ന് തോന്നുന്നു, 1-2 വർഷം മുമ്പാണ് അമേരിക്കൻ ഗവൺമെന്റ് താലിബാനുമായിട്ട് ചർച്ച ചെയ്തു തുടങ്ങി സമാധാനം. അപ്പോഴേ ഞാൻ മനസ്സിൽ കരുതി, ഈ താലിബാനുമായിട്ട് സമാധാനം ചർച്ച നടത്തി ഉണ്ടാവില്ല. ഞാൻ ഈ അടുത്തേടെ ചിന്തിക്കാൻ തുടങ്ങി, ആ നാട്ടുകാരെങ്ങനെ ഇങ്ങനെ ആയിപ്പോ. ഇപ്പൊ നോക്കിയേ, ടപ്പ് ടിപ്പ് ഒറ്റയടി എല്ലാത്തിനും തിരിച്ചും കൊണ്ടു. എന്ത് സംഭവിച്ചു? അവിടെ വലിയ പുകയും തീയുമായിട്ട് മാറി. സമാധാനം ഉണ്ടായോ? ഉണ്ടായില്ല. യു കോംപ്രമൈസ് വിത്ത് ദ ഡെവിൾ വിൽ ഈറ്റ് യു അപ്പ്. ഇന്നല്ലെങ്കിൽ നാളെ നാശത്തിലേക്ക് പോകത്തില്ലേ? അത് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാകണം, ഒരാൾക്കെങ്കിലും വിവരം വേണം. കോംപ്രമൈസ്, ഇത് വേദപുസ്തകപരമായിട്ടല്ല ഞാൻ പറഞ്ഞ, ഞാൻ ലോകത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞ. പക്ഷെ ഇതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ്. അവിടെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ മിഷണറി വേലയിലുണ്ട്, ജയിലുകളിലുണ്ട്. So they will suffer. We also suffer with them. We are not looking at an earthly kingdom to help them. സകലത്തിന്റെ ഉന്നതനായ രാജാവ് മാത്രമേ അവരെ സഹായിക്കാനുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. കാബൂളിലെ സുവിശേഷ വേല ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, നമ്മുടെ അജൽ പീറ്റർ, അവരുടെ ടീം. അവര് ഈ കലഹം ഉണ്ടാകുമ്പോൾ വെളിയിൽ പോരാൻ അവർ വിസമ്മതിക്കായിരുന്നു. അവരവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഷുവർ ഡെത്താ മുമ്പിലുള്ളത് അറിഞ്ഞാൽ. അതിൽ ഒരു സഹോദരിയുടെ ഭർത്താവിന് ബോംബാക്രമണത്തിന് നേരത്തെ മരിച്ചത്. വി ഓൾസോ സഫർ വിത്ത് ദം. അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്ന ഐഡിയയുടെ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ കോംപ്രമൈസ് ചെയ്തുള്ള പീസ് അല്ല പീസ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിന്റെ ആ കൃപയുടെ തലത്തിലേക്ക് ഉയരുകയും ആ കൃപയുടെ തലത്തിലേക്ക് അൺകോംപ്രമൈസ്ഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ ഉള്ളവരും വരുള്ളൂ. ഉദാഹരണത്തിന്, ഞാൻ വിശ്വാസത്തിൽ വരുമ്പം ഞാൻ വിചാരിക്കണം, എൻ്റെ അപ്പൻ എന്ത് വിചാരിക്കും, എൻ്റെ അമ്മ എന്ത് വിചാരിക്കും, അവരെ വിഷമിപ്പിക്കരുത്, അതുകൊണ്ട് തൽക്കാലം ഞാൻ എങ്ങും പോകുന്നില്ല, ഓക്കെ എന്ന് കരുതി വിശ്വാസികളായിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവും ഇവന് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര വലിയ കാര്യമൊന്നും അല്ല വിശ്വാസം. ആയിരുന്നെങ്കിൽ ഇവനിങ്ങനെ നിൽക്കുമോ? അത് ശരിയാണ്. പക്ഷെ എന്നാ ഇതൊന്നും വേണ്ട, സ്വത്തും വേണ്ട, എനിക്ക് അപ്പനും അമ്മയും വേണ്ട, എനിക്ക് കർത്താവ് മതി എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നത്, ഇത്ര ഭയങ്കര സാധനമായിരുന്നു ഇത്, ഇവൻ എന്തിനാണ് ഇതെല്ലാം വിട്ടിട്ട് ഇറങ്ങുന്നത്? അപ്പോഴാണ് ഇത് സീരിയസ് ഇഷ്യൂ ആണെന്ന് മനസ്സിലാകുന്നത്. അതുപോലെയാണ് നമ്മൾ സമാധാനം കോംപ്രമൈസ് ചെയ്യുമ്പം മറ്റൊരാൾക്കാർക്ക് മനസ്സിലാകുകയല്ല നമ്മൾ ഈ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് വിലയുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, 3-ാം വാക്യം മുതലാണ് ശരിക്കും എഫേസ്യ ലേഖനത്തിന്റെ സ്പെസിഫിക് ടീച്ചിങ്സ് ആരംഭിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
ഇവിടെ രണ്ട് വാക്കുകൾ പ്രധാനമായിട്ട്, മൂന്ന് വാക്കുകൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളും ഒന്നൊഴിയാതെ, എവറിത്തിങ് ഇൻ ഹെവൻ. അത് നമുക്ക് അവൻ തന്നിട്ടുണ്ട്. അത് ക്രിസ്തുവിലാണ്. ഇൻ ക്രൈസ്റ്റ് വി ആർ ബ്ലെസ്ഡ് വിത്ത് എവറി ബ്ലെസ്സിംഗ് ഫ്രം ഹെവൻ. ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ഹെവൻ. ആത്മീക അനുഗ്രഹങ്ങളെല്ലാം ഒന്നൊഴിയാതെ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്രിസ്തുവിൽ എന്ന പ്രയോഗമാണ് എഫേസ്യ ലേഖനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ആദ്യത്തേത്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഇത് നമ്മുടെ വേദശാസ്ത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. പാർട്ടിസിപ്പേഷൻ വിത്ത് ക്രൈസ്റ്റ്. അതെങ്ങനെ സംഭവിച്ചത്? ക്രിസ്തുവുമായി എങ്ങനെ നമുക്ക് പങ്കാളിത്തം ഉണ്ടായത്? വി വേർ ഇൻ ക്രൈസ്റ്റ്. അടുത്ത വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് വാക്യം ഒന്നിച്ച് നമുക്ക് ചിന്തിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. എങ്ങനെ അതാകുന്നത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ആകുന്നത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഇൻ ക്രൈസ്റ്റ് വി വെർ എലക്റ്റഡ് ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. എന്തിനാ? ഇൻ ഓർഡർ ദാറ്റ് we would be holy and without blame before him. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ കഴിയുന്നത്? വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ കഴിയുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും വെച്ചാണ്. യേശു ക്രിസ്തുവിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളുമാണ് നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കുന്നത്. നമ്മുടെ കുറെ മല്ലൻ പണികളല്ല, നമ്മുടെ കുറെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ ആരും വിശുദ്ധരാകത്തില്ല. നമ്മൾ മടുത്തു പോകത്തുള്ളൂ, അല്ലെ സ്വയനീതിക്കാരാവും. പക്ഷെ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു. ക്രിസ്തുയേശുവിൽ അനുഗ്രഹങ്ങളെ വെച്ചു. എന്നിട്ട് നമ്മളെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു. ദാറ്റ് മീൻസ് ഈ അനുഗ്രഹങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ നമുക്ക് ക്രിസ്തുവിലാകേണ്ടത് ആവശ്യമായിരുന്നു. ഇൻ ക്രൈസ്റ്റ്. ആൻഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ ഒരു എലക്റ്റഡ് പൊസിഷനാണ്. വി ആർ എലക്റ്റഡ് ടു ബി ഇൻ ക്രൈസ്റ്റ്. തെരഞ്ഞെടുക്കപ്പെട്ടു. അവനെ നമ്മളല്ല, നമ്മളെ അവനാണ് തെരഞ്ഞെടുത്തത്. പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവനെ തെരഞ്ഞെടുത്തു വരരുതെന്ന് യേശുക്രിസ്തു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ച് അവസാനം തിയോളജി എല്ലാം പറഞ്ഞു കഴിയുമ്പം നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്ത പോലെ ആകരുത്. നമ്മൾ അവനെയല്ല, അവൻ നമ്മളെയാണ് ക്രിസ്തു യേശുവിൽ തെരഞ്ഞെടുത്തത്. അത് നമുക്ക് സുബോധം ഉണ്ടാകുന്നതിന് മുമ്പാണ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പാണ്. It was a God initiated action before the foundations of the world. God elected us in Christ. On what grounds? On the grounds of his grace and our faith. ഈ വാട്ട് ഗ്രൗണ്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നേക്കാൾ നല്ലത് തെരഞ്ഞെടുപ്പിന്റെ അത് ശരിക്കും വിശദീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അൺകണ്ടീഷണലി എന്നാണ് വേദപുസ്തകം ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്. വിത്തൗട്ട് എനി കണ്ടീഷൻ. ദൈവത്തിന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഹി എലക്റ്റഡ് us ഇൻ ക്രൈസ്റ്റ്. ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പ്രത്യേകത അതെന്താണ്? ദാറ്റ്സ് എ സ്പിരിച്വൽ പൊസിഷൻ. ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് ഒരു ആത്മീകമായ പൊസിഷനാണ്. നമ്മുടെ ആത്മീകമായ അഡ്രസ്സാണത്, ഇൻ ക്രൈസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇൻ ആഡം എന്നുള്ളതാണ് നമ്മുടെ ജഡത്തിന്റെ പൊസിഷൻ. ഇൻ ആഡം. വി വെർ ഓൾ ഇൻ ആഡം. നമ്മളെല്ലാം ആദമിൽ ആയിരുന്നു. ഇപ്പോഴും ജഡജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആദാമ്യരാണ് നമ്മൾ. ആദാമ്യ സ്വഭാവമുള്ളവരാണ്. നേച്ചർ ഓഫ് ആഡം. അതെങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഇൻഹെറിറ്റഡ് ദാറ്റ് നേച്ചർ ബിക്കോസ് വി വെർ ഇൻ ആഡം. ആദമിൽ നമ്മൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആദമിന്റെ അവകാശികളാണ്.
ആദമിന്റെ അവകാശം എന്താണ്? പാപം ചെയ്യാൻ ഒരു കുറവും ഉണ്ടാവില്ല. അതാണ് ആദമിന്റെ അവകാശം. ജനിച്ച മരിക്കുന്നവരെ ഇഷ്ടം പോലെ പാപം ചെയ്യാം. അതാണ് ശരിക്കും ആദമിന്റെ അവകാശം എന്ന് പറയുന്നത്. നമ്മുടെ സ്വാഭാവികമായ ഒരു ആദമ്യ മനുഷ്യനിൽ നിന്ന് പാപമല്ലാതെ ഒന്നും വരുന്നില്ല. അവന്റെ ഫ്ലഷിൽ നിന്ന് അതല്ലാതെ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ആദാമ്യ മനുഷ്യനെ രക്ഷിക്കാൻ ആദാം എത്ര കിടന്ന് പാടുപെട്ടാലും അവന് ക്രിസ്തുവിലാകാൻ പറ്റത്തില്ല. അവന്റെ പ്രവർത്തനം കൊണ്ട് ഒരിക്കലും ആകാൻ പറ്റത്തില്ല. കാരണം അവൻ എന്ത് പ്രവർത്തിച്ചാലും അവൻ ആദമിലായിരിക്കും. അവൻ പ്രവർത്തനം ഞാൻ ഉദ്ദേശിച്ചത് പാവങ്ങൾക്ക് അരി വിതരണം ചെയ്യുന്നു, കിഡ്നി കൊടുക്കുന്നു, പിന്നെ ക്യാൻസർ രോഗികളെക്ക് മുടി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ രക്തം കൊടുക്കുന്നു, സ്ഥലം എഴുതി കൊടുക്കുന്നു. ഈ ആദാമ്യ മനുഷ്യൻ എന്ത് ചെയ്താലും അവന് ക്രിസ്തുവിലെ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് അവന് ലഭിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ആദാമി ജനിച്ചവൻ ജഡം എപ്പോഴും ജഡം തന്നെയാണ്. എത്ര സൽപ്രവൃത്തി ചെയ്താലും അത് ജഡമാണ്. വി വർ ഓൾ ഇൻ ആദം. ആദം പാപം ചെയ്തപ്പോൾ നമ്മളെല്ലാം ആദമിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദാമിന്റെ അവകാശികളായി മാറി. അതാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ആൻസസ്ട്രി. നമ്മളെല്ലാവരും കുലമഹിമയെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ആ കുടുംബത്തിലെയാണ്. എത്ര കുടുംബമാണെങ്കിലും ആദമിന്റെയാണ് സന്തതി. അത് തൂത്തുകളയാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്ന വേദനാജനകമായ കാര്യങ്ങളാണ്. നമ്മള് ആളുകളെ ജാതി പറഞ്ഞ് കുടുംബത്തിനകത്ത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആൾക്കാരെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക, പുറത്താക്കാൻ ശ്രമിക്കുക. എല്ലാം ആദമിന്ന് വന്നാണ്. ആദമിന്നുള്ളതല്ലാത്ത ആരുമില്ല. അപ്പൊ നമ്മളെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെയിം ആൻസസ്ട്രിയാണ്. ബൈബിൾ ഈ ഒരു ആൻസസ്ട്രിയെ കുറിച്ച് മാത്രമേ പുതിയ നിയമത്തിൽ പറയുന്നു. ആദാമിൽ നിന്നുള്ളവരും ക്രിസ്തുവിൽ നിന്നുള്ളവരും രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ലോകത്ത്. ഐദർ യു ബിലോങ് ടു ആഡം ഓർ യു ബിലോങ് ടു ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദാമിൽ നമ്മൾ ആകുന്നത് എപ്പോഴാണ്? ആദം ജനിക്കുമ്പോഴാണ്. ആദം പാപം ചെയ്യുമ്പോഴാണ് അവന്റെ ഇൻഹെറിറ്റൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു മനുഷ്യനല്ല സൃഷ്ടിക്കുന്നത്, നമ്മളെ എല്ലാമാണ് സൃഷ്ടിച്ചത്. നമ്മളെ ആര് സൃഷ്ടിച്ചതാ? ദൈവം. എപ്പോഴാണ് സൃഷ്ടിച്ചത്? ഏതൻ തോട്ടത്തിൽ സൃഷ്ടിച്ചത് നമ്മളെ. അപ്പൊ നമ്മൾ അന്നില്ലായിരുന്നല്ലോ? ഇല്ലായിരുന്നു. നമ്മൾ ആദമിലായിരുന്നു. ഈ ആദമിൽ നിന്ന് പ്രൊക്രിയേഷൻ വഴിയാണ് നമ്മൾ വെളിയിൽ വന്നുകൊണ്ടിരുന്നത്. പ്രൊക്രിയേഷൻ എന്നതിന് പറയുന്നത്. അപ്പൊ ദൈവം ക്രിയേറ്റ് ചെയ്തതിനെ ആദം പ്രൊപ്പഗേറ്റ് ചെയ്യുവാണ്. അതായത് പ്രൊക്രിയേറ്റ്, ജനിപ്പിക്കുക. അങ്ങനെയാണ് നമ്മളുണ്ടായത്. അപ്പൊ ശരിക്കും നമ്മൾ ഉണ്ടായത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിലുണ്ടായ ആദം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് നമ്മൾ എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ മിസ്റ്റിക് സെൻസിൽ അങ്ങനെ വേണം നമുക്ക് പറയാം. ദാറ്റ് വൺ മാൻ ആഡം കൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൾ ഓഫ് us. അതുകൊണ്ടാണ് ഒരുവൻ പാപം ചെയ്തപ്പോൾ നമ്മളെല്ലാം പാപികളായിട്ട് മാറിയത്. ഓക്കെ, പക്ഷേ ഇതിനൊക്കെ മുൻപ്, ഇതിന് ശേഷമല്ല, ഇതിനൊക്കെ മുൻപ്, ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവം അവന്റെ ജനത്തെ ക്രിസ്തു യേശുവിൽ തെരഞ്ഞെടുത്തിരുന്നു. ദാറ്റ് എലക്ഷൻ സൂപ്പർസീഡഡ് എവരിതിങ് എൽസ്. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, ടൈം ഉണ്ടാകുന്നതിന് മുമ്പ്, സകലത്തിനും മുമ്പ്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ എലക്ഷനാണ്, ക്രിസ്തുവിലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പാണ് പാപം മനുഷ്യൻ ചെയ്യുന്നതിന് മുൻപുള്ളത്. എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയെ പറഞ്ഞാൽ പാപത്തിന് ശേഷമല്ല കർത്താവ് വിമോചനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. വിമോചനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്ത ശേഷമാണ് പാപം സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ തെറ്റിപ്പോയി, എന്നാൽ പിന്നെ അവർ പോട്ടെ, പുതിയൊരു സെറ്റിനെ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ വേണ്ട, അതിനൊരു പരിഹാരം വരുത്തിയേക്കാം, എന്നാൽ പിന്നെ എൻ്റെ പുത്രനെ തന്നെ വിട്ടേക്കാം. ഇങ്ങനെ തീരുമാനിച്ചതല്ല. പുത്രനെ വിടാനുള്ള തീരുമാനമാണ് ആദ്യത്തേത്. അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഒരു മനുഷ്യന് നമ്മുടെ തലയ്ക്കകത്ത് നിൽക്കത്തില്ല.
ആൻസർ കെയിം ഫസ്റ്റ് ആൻഡ് ദെൻ ദ ക്വസ്റ്റ്യൻ വാസ് പോസ്റ്റ്. ആദ്യം ഉത്തരവാണ് വന്നത്, പിന്നെയാണ് ചോദ്യം ചോദിച്ചത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. സകല കാലത്തിന് മുൻപേ നമ്മെ ക്രിസ്തു യേശുവിൽ അവൻ തെരഞ്ഞെടുത്തു. ഓക്കെ, ഈ കാൽവിനിസം ആയാലും അർമീനിയനിസം ആയാലും തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെയാണ്. മനുഷ്യൻ ദൈവത്തെ തെരഞ്ഞെടുക്കുന്നതല്ല. ഓക്കെ, പക്ഷേ ആ ബൗണ്ടറി വളരെ നേർത്തതാണ്. ഞാൻ അതിനെക്കുറിച്ച് പലയിടത്ത് സംസാരിച്ചിട്ടുണ്ട്. നോട്ട് റിപ്പീറ്റിംഗ് ഹിയർ. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് ക്രിസ്തുവിൽ നമ്മെ പാർട്ട്നേഴ്സ് ആക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ, അതായത് ആത്മീക അനുഗ്രഹങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ നമുക്ക് അവകാശം തന്നു. അതായത് യേശു ക്രിസ്തുവിലുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി പിതാവിന്റെ സന്നിധിയിൽ നിർത്തുവാൻ ഉള്ള സകല ആത്മീക അനുഗ്രഹങ്ങളുടെയും അവകാശം, പാർട്ട്ണർഷിപ്പ് ദൈവം നമുക്ക് തന്നു. ഓക്കെ, അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്സും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് എഫെസ്യ ലേഖനം പറഞ്ഞ് തുടങ്ങുന്നത്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. അപ്പൊ നമ്മുടെ വിളിയുടെ ഉദ്ദേശം, തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം സ്വർഗത്തിൽ എങ്ങനെയും കുറെ ആൾക്കാരെ കൊണ്ടുപോകാം എന്നുള്ളതല്ല. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കും, നമുക്ക് അങ്ങനെ തോന്നുന്നു, നമ്മൾ അത്ര നന്നായിട്ടൊന്നുമില്ല, എന്നാലും കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ തട്ടിമുട്ടി സ്വർഗത്തിൽ കൊണ്ടുപോകും. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അതിനുവേണ്ടിയല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മളെ തെരഞ്ഞെടുത്തത് അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ വേണ്ടിയാണ്. ആ വിളി നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നാണ് വേദപുസ്തകം ചോദിക്കുന്നത്. നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടോ? എന്നെ വിളിച്ചത് അവന്റെ സന്നിധിയിൽ ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനും ആകാൻ വേണ്ടിയാണ്. ആ ഒരൊറ്റ വിളിയേ ഉള്ളൂ. കുറെ അശുദ്ധരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒരു വിളിയില്ല. അങ്ങനെ ഒരു പ്ലാനും ഇല്ല ദൈവത്തിന്. ദൈവത്തിന് ആകെ ഒരു പദ്ധതിയേ ഉള്ളൂ. സ്വർഗം എന്നുള്ളതല്ല പദ്ധതി, അത് അതിന്റെ റിസൾട്ടാണ്. ആ പദ്ധതിയുടെ റിസൾട്ടാണ് സ്വർഗം. ശരിക്കുമുള്ള പദ്ധതി അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായ അവന്റെ ജനത്തെ ആ രീതിയിൽ പിതാവിന് മുമ്പിൽ കൊണ്ട് നിർത്തുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മണ്ണിൽ കിടക്കുന്ന പാപത്തിൽ ആറാടി ജീവിക്കുന്ന, ആവശ്യത്തിന് പാപം വിഴുങ്ങുന്ന, തോന്നിയ പോലെ ജീവിക്കുന്ന നമ്മളെ മാറ്റി തേച്ച് മിനുക്കി നമ്മുടെ ഈ ലോകത്തിന്റെ വ്യവസ്ഥകളെ മാറ്റി ആത്മീക അനുഗ്രഹങ്ങളെ തന്ന് നമുക്ക് വേണ്ട, എന്നാലും അടി തന്ന്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡിസിപ്ലിൻ ചെയ്ത് അതിലെ കടത്തിവിട്ട് ഇതിലെ കടത്തിവിട്ട് ഇടുക്കുവഴിയിലൂടെ കടത്തി. ഇപ്പൊ ഞാൻ പറയാം, എന്തിനാ കർത്താവ് എന്നെ ഇടുക്കുവഴിയിലൂടെ കയറ്റുന്നത്, എന്നെ എങ്ങനെയെങ്കിലും നല്ല വഴിയിലെത്തിക്ക്. കർത്താവ് നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്നു പറഞ്ഞ് ഞാൻ കർത്താവിനെ കുറ്റം പറയുന്ന എല്ലാം സഹിച്ച് പിള്ളേരെങ്ങനെയാണല്ലോ ചില സമയത്ത് അപ്പുറത്ത് കടത്തുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി മാറ്റണമെങ്കിൽ ഈ ലോകത്ത് നമ്മളെ പിടിച്ച് പറിച്ചെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് മുറിയും, വേദനിക്കും, കഷ്ടം അനുഭവിക്കും. പക്ഷെ അവന്റെ മക്കളെ, അവനിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ, അവനിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ അവന് ശക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഓക്കെ, നമ്മെ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി മാറ്റാനുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് സ്വർഗത്തിൽ നിന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്, അതിന് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിൽ പോകുക എന്നുള്ളൊരു അജണ്ട നമ്മുടെ മുമ്പിൽ വരരുത്. ഒത്തിരി ദുരുപദേശക്കാരുണ്ട് നമ്മൾ സ്വർഗത്തിൽ പോവില്ല എന്ന് പഠിപ്പിക്കുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും സ്വർഗവുമായിട്ടല്ല ബന്ധിപ്പിക്കേണ്ടത്, വിശുദ്ധീകരണവുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. വി നീഡ് ടു ബി ഹോളി ആൻഡ് വിത്തൗട്ട് ബ്ലെയിം. ഒരു കുറ്റവും പറയാനില്ലാത്തവരായിരിക്കണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. അതിനുവേണ്ടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. ബ്ലെയിംലെസ് ആൻഡ് ഹോളി, അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നമുക്കൊരു വഞ്ചന സംഭവിച്ചാൽ, നമ്മൾ സ്വർഗം എന്നൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൃപയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതെന്ന് അറിയാം.
രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്താലും കുഴപ്പമില്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് വിളിയും തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ പറയും ഒരാള്, എന്നെ ദൈവം വിളിച്ചിരിക്കുക ബ്രദറെ. എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക്. നീ പോവോ? പിന്നെ ഷുവർ. ഇത്രയേ ഉള്ളൂ എങ്കിൽ അത് രക്ഷയുടെ വിളിയല്ല. ഇനി ഇങ്ങനെ പറയാന്ന് വിചാരിച്ചോ, എന്നെ കർത്താവ് വിളിച്ചിരിക്കുക ബ്രദർ. എങ്ങോട്ട്? അവന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായിട്ട് ഒരു ദിവസം നിൽക്കാൻ വേണ്ടി. ആ വിളിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഓടുന്ന ആ ഓട്ടമാണ്. വേറെ ഒരു ഓട്ടവും നമ്മുടെ മുമ്പിലില്ല. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരും ഓടണ്ട. അതല്ല വിളി. നമ്മൾ സ്വർഗത്തിൽ പോകും, പക്ഷെ അതല്ല നമ്മുടെ ഓട്ടം. നമ്മുടെ വിളി, നമ്മുടെ തെരഞ്ഞെടുപ്പ്, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരാണ്. അത് ഭയങ്കര പോരാട്ടമാണ്. ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ പറ്റാത്ത പോരാട്ടം. അതാ ഞാൻ പറഞ്ഞത്, വി കനോട്ട് കോംപ്രമൈസ് എ പീസ്. ഭാര്യയായാലും ഭർത്താവായാലും ക്രിസ്തുവിന്റെ ജീവനെ അനുഭവിക്കാൻ അടുത്ത തലത്തിലേക്ക് പുഷ് ചെയ്യണം. കാരണം ഓടിക്കൊണ്ടേയിരിക്കണം, മറ്റൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും, പക്ഷെ കോംപ്രമൈസ് ചെയ്യരുത്. വലിച്ചോണ്ട് ഓടാൻ പറ്റുമെങ്കിൽ വലിച്ചോണ്ട് ഓടണം. കാരണം we cannot compromise as we grow in Christ. Okay. അഞ്ചാം വാക്യം ഇത് വേഴ്സ് ബൈ വേഴ്സ് വ്യാഖ്യാനിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഒരു ലോങ് വേഴ്സ് ആണ്. അത് തുടങ്ങുന്നിടത്തല്ല തീരുന്നു, തുടങ്ങുന്ന വാക്യത്തിലൊന്നും അല്ല, വേഴ്സിലൊന്നും അല്ല തീരുന്നു. അപ്പൊ ഓരോ ഘടകമായിട്ട് ഇപ്പൊ നമ്മൾ ആത്മിക അനുഗ്രഹങ്ങളെ കൗണ്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ കൗണ്ട് ചെയ്തു? തുടങ്ങാൻ പോവാണ്. ഒന്നാമത് കർത്താവ് ചെയ്തത്, നമ്മളെ വിശുദ്ധ നിഷ്കളങ്കരാക്കാൻ വേണ്ടി ഒന്നാമത് കർത്താവ് ചെയ്തത് നമ്മളെ തെരഞ്ഞെടുത്തു എന്നാണ്, അല്ലെ? ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇപ്പൊ സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. അതാണ് ആദ്യം നടക്കുന്നത്. That's an election. ഓക്കെ, ഇനി തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് വിൽ. ഇപ്പോ ഈ ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ വീട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്ത് വിചാരിക്കാം. നമ്മുടെ ഇഷ്ടത്തിനാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? ഇന്നാരും മതി, എക്സാമ്പിൾ. അല്ലെ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ ഒരാളെ തിരഞ്ഞെടുത്തു, ഇന്നാരെ മതി. ഈ പിള്ളേര് പഠിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ആണ്, അവർ ഇന്റർവ്യൂവിന് വിളിക്കുമ്പം ചോദിക്കും എക്സ്പീരിയൻസ്. ആരെങ്കിലും ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ജോലി കൊടുക്കാൻ വിളിക്കുന്നവൻ ചോദിക്കുന്ന എക്സ്പീരിയൻസാണ്. അപ്പോ ഒരാൾ വന്നു കഴിഞ്ഞാല് തെരഞ്ഞെടുക്കുമ്പോൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നറിയോ? അവനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് പെർഫെക്റ്റ് ആയ ആൾക്കാരെയല്ല, പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ഹാൻസിനെയല്ല, ഒരു വിവരം ഇല്ലാത്തവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് വിൽ, അതായത് അവന്റെ തീരുമാനം പൂർണ്ണ ആനന്ദത്തിലുള്ളതാകാൻ വേണ്ടി, പൂർണ്ണമായ സന്തോഷത്തോടെ, എൻജോയ്മെന്റോട് കൂടിയുള്ള വില്ലാണ് പ്ലഷർ ഓഫ് ഹിസ് വിൽ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, തിരുഹിതത്തിന്റെ പ്ലഷറാണ് പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. അപ്പം നമ്മളെ ദത്തു മക്കളാക്കി മാറ്റേണ്ടതിന്, ടു അഡോപ്റ്റ് us as children of God. ആ അഡോപ്ഷൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭയങ്കര ഇഷ്ടമുള്ള വില്ലാണ്. അപ്പൊ നമ്മളെ മക്കളായിട്ട് എടുക്കുന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ്, പ്രസാദമാണ്. അപ്പൊ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ ക്രിസ്തു യേശുവിൽ ദത്തെടുക്കേണ്ടതിന്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? ഒന്നാമത് തെരഞ്ഞെടുത്തു, പിന്നെന്താ അടുത്ത എന്താ പറയാൻ പറ്റും? രണ്ടാമത് ദത്തെടുത്തു. അപ്പൊ ദത്തെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. ദത്തെടുക്കേണ്ടതിനെന്നാ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു ദത്ത് പ്രോസസ്സിലാണ്. ഗോഡ്സ് ഗോയിങ് ടു അഡോപ്റ്റ് us as his children.
നമ്മളെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. 1, 2, 3, 4 ഇങ്ങനെ പേര് ചൊല്ലി വിളിച്ച് അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന പിള്ളേരുടെ പേര് ചൊല്ലി വിളിച്ചേക്കുക. ദൈവത്തിന്റെ തീരുമാനമാണ് എലക്ട് ചെയ്തു. കുറെ പിള്ളേർ എലക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവരെ പെർഫെക്റ്റ് പിള്ളേരാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി. നമ്മുടെ ഈ നാട്ടിലേക്ക് അഡോപ്ഷൻ നടക്കുമ്പോൾ ഒരാളെ കൊച്ചിനെ കണ്ടു, തിരഞ്ഞെടുത്തു, അല്ലെ, പിന്നെ അവന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്താ സ്വന്തം മകനെ പോലെ പിടിച്ചോണ്ട് പോവാം. എനിക്കതിന്റെ പ്രോസസ്സ് ഒന്നും ശരിക്കും അറിയത്തില്ല. ഞങ്ങളൊക്കെ അങ്ങനെ ആ വഴി പോയവരൊന്നുമല്ല. ഞങ്ങൾക്ക് പിള്ളേരുണ്ടായത് അങ്ങനെ ഫോർമലി അല്ല തന്നെ, പിന്നീട് ഫോർമലൈസ് ചെയ്തെന്നേ ഉള്ളൂ. ഒരാളുടെ കേസ് മാത്രം. ഓക്കെ, അപ്പോ കർത്താവ് അങ്ങനെ തന്നെയാണ് നമ്മളെ തെരഞ്ഞെടുത്തു. ഇനി ആത്മീക അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ സമ്പന്നരാക്കി, ക്രിസ്തുവിന് അനുരൂപരാക്കി, മക്കളാക്കി ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പോവാം. ഇതാണ് സ്പിരിച്വൽ പ്രോസസ് ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണ്ണിൽ. അപ്പൊ അവന് നമ്മളെ മക്കളായിട്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തിരുഹിതത്തിന് അത് വളരെ പ്രസാദകരമാണ്. പ്ലഷർ ഓഫ് ഹിസ് വിൽ. അപ്പൊ എന്നെ മകനായിട്ട് സ്വർഗത്തിൽ കാണാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കർത്താവിന് നമ്മളെ മക്കളായിട്ട് സ്വർഗത്തിൽ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളെ മക്കളെ പോലെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും കർത്താവ് തയ്യാറാണ്. അതാണ് ഈ രക്ഷയിലുള്ള ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ടു മേക്ക് അസ് ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ നമ്മളെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് എന്ത് ചെയ്യുവാനും കർത്താവ് തയ്യാറാണ്. വേണ 2 അടി തരാനും തയ്യാറാണ്, എന്ത് ചെയ്യാനും തയ്യാറാണ്. ബിക്കോസ് ഇറ്റ്സ് ദ പ്ലഷർ ഓഫ് ഹിസ് വിൽ ടു സാങ്ക്ടിഫൈ us and place us in heaven with him. ഓക്കെ, തന്റെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. ഈ കൃപാമഹത്വത്തിന്റെ പുകഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഈ കൃപ ഏത് കൃപയാണ്? നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പം കൃപയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെന്ത് കൃപയാണ്? കൃപാമഹത്വം. അപ്പം കൃപ തന്നെ മഹത്വമാണെങ്കിൽ പിന്നെ മഹത്വം എന്ന് പറയണ്ടേ? അല്ല, ആ കൃപയല്ല ഇത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപ എന്നാണ്. അതായത് അതിന്റെ മഹത്വം. അപ്പൊ എന്നെ കാണുമ്പോൾ സ്വർഗത്തിൽ ആൾക്കാർ പറയണം, ദൂതന്മാർ പറയണം, ഓ ഇവനെ യേശുവിനെ പോലെ ആക്കിയോ എന്ന് സ്വർഗ അമ്പരക്കണം. അതാണ് മഹത്വത്തിന്റെ പുകഴ്ച എന്ന് പറഞ്ഞ കൃപ എന്തു ഭയങ്കര ദൈവകൃപയാണെന്ന്, അവന്റെ കൃപയുടെ മഹത്വത്തെ എല്ലാവരും പുകഴ്ത്തണം. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തപ്പം പിശാചൊക്കെ പറഞ്ഞാണ്, കണ്ടോ ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, തെരഞ്ഞെടുത്തേക്കുന്നവനെ കണ്ടോ, ഇവനെ കൊണ്ടൊക്കെ എങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കും? അതൊക്കെ എന്നെ കണ്ടുപിടിക്കും. സാത്താൻ പറഞ്ഞു, തെരഞ്ഞെടുക്കണമെങ്കിൽ സാത്താനെ നോക്കിക്കോണം. ഏറ്റവും മിടുക്കന്മാരെയും കഴിവുള്ളവനെ അവൻ തെരഞ്ഞെടുക്കും. കാരണം നല്ല മിടുക്കുള്ളവരെ കൊണ്ടുവന്നാൽ ഒരു 100 എണ്ണത്തിനെ വഞ്ചിക്കാൻ പറ്റും, അല്ലെ? സൗന്ദര്യവും കഴിവുള്ളവരുടെ പുറകെയല്ലേ ലോകം മുഴുവൻ പോകുന്നു. പിശാചിന് ഉപയോഗിക്കണമെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കണം. അത് പിശാചിന് നല്ല സ്കില്ലാണ്. എന്നാൽ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒന്നിനും കൊള്ളാത്തവരെ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുകഴ്ത്തി പറയുമ്പോൾ ആ ചേസ് കൊള്ളാമല്ലോ കേട്ടോ എന്ന് പറയരുതായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ എന്ത് പറയണം? ഓ, ചേസിനെ പോലെ ഒരുത്തനെ ക്രിസ്തുവിനെ പോലെ ആക്കണമെങ്കിൽ എന്ത് ഭയങ്കര കൃപയാതെന്ന് പറയണം. അതാണ് കൃപയുടെ മഹത്വം. ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് ഗ്രേസ്. അതിന്റെ ഗ്ലോറി, പുകഴ്ച, മഹത്വം, അതിന്റെ എന്താ പറയുന്നത്, ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്, പ്രൈസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്. അതായത് അവന്റെ കൃപയുടെ മഹത്വത്തെ സ്തുതിക്കുക. എന്ത് ഭയങ്കര കൃപയാണെന്ന്. അപ്പൊ സാത്താനല്ല ഇങ്ങനെ ഇരിക്കും, എന്റെ ദൈവമേ സാത്താൻ വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓ, ഇവനെയൊക്കെ ഏത് ഷേപ്പിൽ കിടന്നവൻ, അവനെയൊക്കെ ഇങ്ങനെ ആക്കി എടുത്തല്ലോ എന്ന് സ്വർഗം വരെ അമ്പരക്കുന്ന അവസ്ഥയിലായിരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കി, സ്വർഗത്തിലെ ദൂതന്മാരും സകലരും ഞെട്ടിപ്പോവും.
ഇവൻ എങ്ങനെ യേശുവിനെ പോലെ ആയി? അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആത്മീക അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്നേക്കുമായിരുന്നു. യേശുവിനെ പോലെ ആകാനുള്ള ആത്മീക അനുഗ്രഹങ്ങൾ മുഴുവൻ, അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമായിട്ട് നിൽക്കാനുള്ള ആത്മീക അനുഗ്രഹങ്ങൾ മൊത്തം. ഓക്കെ, കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്ത് മുന്നമേ അപ്പോയിന്റ് ചെയ്തു. ഈ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും, അതായത് നമ്മുടെ ഡെസ്റ്റിനി ഫിക്സ് ചെയ്തു. അതിനാണ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഡെസ്റ്റിനി എന്ന് ഫിക്സ് ചെയ്യുന്നതിനാണ് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സാധാരണ പ്രീ ഡെസ്റ്റിനേഷൻ ഇപ്പൊ ആൾക്കാർ പറയുന്നത് കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് ബാക്കിയുള്ളവരെ തള്ളിക്കളെ. ആ എലക്ഷൻ അല്ല പ്രീ ഡെസ്റ്റിനേഷൻ. എലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് പ്രീ ഡെസ്റ്റിനേഷൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഡെസ്റ്റിനി ഫിക്സ് ചെയ്യാണ്. വീണ്ടും ജനിച്ചവരുടെ ഡെസ്റ്റിനി എന്താണെന്ന് ഫിക്സ് ചെയ്യുന്ന പ്രീ ഡെസ്റ്റിനേഷൻ. പ്രീ ഡെസ്റ്റൈൻഡ്, അവരുടെ ഭാവി മുന്നമേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പം ഒരാളെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ ദൈവം അവന്റെ ഡെസ്റ്റിനി എന്താണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രീ ഡെസ്റ്റൈൻഡ്. ഓക്കെ, അവൻ നമ്മെ മുൻ നിയമിച്ചു. എന്തിനു വേണ്ടിയാണ്? കൃപയുടെ മഹത്വം പുകഴ്ചയാക്കപ്പെടാൻ വേണ്ടി. അപ്പൊ ഉള്ളതിൽ ഏറ്റവും ബലഹീനമായതിനാണ് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കഴിവുണ്ടെന്ന് വിചാരിക്കുന്നതിനെ തകർത്ത് തരിപ്പണമാക്കി ഒന്നിനും പറ്റാത്തവനാക്കിയിട്ടാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്തെല്ലാം കൗണ്ട് ചെയ്തു? നമ്മള് തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുൻ നിയമിച്ചു. 3 കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഇതെല്ലാം സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ്. നമ്മൾ അറിഞ്ഞുപോലും ഇല്ല. ഇത് 3 നമുക്ക് ദൈവം ഇങ്ങോട്ട് തന്ന സാധനങ്ങൾ അല്ലേ? തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുൻ നിയമിച്ചു. ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അനുഗ്രഹങ്ങൾ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇതെല്ലാം അവനിലാണ്, ഇൻ ക്രൈസ്റ്റ് ആണ്. ഈ ബ്ലെസ്സിങ്സ് എല്ലാം ഇൻ ക്രൈസ്റ്റ് ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഈ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാപക്ഷമ മാത്രമല്ല, അത് അതിക്രമങ്ങൾ ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്നുള്ള മോചനവും കൂടിയാണ്. ഓക്കെ, അതിക്രമങ്ങൾ ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്നുള്ള മോചനം കൂടിയാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? അടുത്ത വാക്യം കൂടെ വായിച്ചാൽ മനസ്സിലാക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് ഏത്? ഈ വീണ്ടെടുപ്പ് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ അതിക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത്? അതിക്രമങ്ങൾ ക്ഷമിക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. അതിക്രമം ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? ഈ വീണ്ടെടുപ്പ് നമുക്ക് തന്നിരിക്കുന്നു. എന്താണ് ആ വീണ്ടെടുപ്പ്? സകല ജ്ഞാനവും വിവേകവുമായിട്ടാണ് ഈ വീണ്ടെടുപ്പ് വരുന്നത്. അതായത് അതിക്രമമില്ലാതെ ജീവിക്കാൻ, പാപമില്ലാതെ ജീവിക്കുവാൻ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനവും വിവേകവും നമുക്ക് ധാരാളമായി തന്നിട്ടാണ് ഈ വീണ്ടെടുപ്പ് നമുക്ക് സാധിക്കുന്നത്. എവിടുന്നാണ് വീണ്ടെടുക്കുന്നത്? ഈ പാപത്തിൽ നിന്ന് അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, വിമോചനം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ വിവേകം നമുക്ക് തന്നുകൊണ്ടാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു മനുഷ്യനെ പ്രൊവോക്ക് ചെയ്യാന്ന് വെച്ചോ, ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കും? എനിക്ക് വേണേ ലംഘനം ഉണ്ടാകാം. ലംഘനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഓരോ പ്രൊവോക്കേഷനും. പക്ഷെ അവിടെ എനിക്ക് കർത്താവ്
ആ ലംഘനത്തെ അതിജീവിക്കാൻ ഒരു ജ്ഞാനവും വിവേകവുമായിട്ടാണ് ഈ വീണ്ടെടുപ്പ് തന്നിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിൽ പാപങ്ങളുടെ മോചനത്തെ കർത്താവ് എങ്ങനെ തന്നിരിക്കുന്നത്? ആ സമയത്ത് ആത്മീക അനുഗ്രഹമായിട്ട് എനിക്ക് വരുന്നത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കാനാണ്. നിന്ന സ്വീകരിക്കാൻ, നിന്ന സ്വീകരിച്ചുകൊണ്ട് അവനോട് ക്ഷമിക്കാനുള്ള പരിജ്ഞാനമാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ക്രിസ്തുവിന്റെ ധനം, ആത്മീക അനുഗ്രഹം നമുക്ക് തരുന്നത് ഈ വീണ്ടെടുപ്പ് സാധിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടർന്നുള്ള വിഷയങ്ങൾ അടുത്ത ബുധനാഴ്ച നമുക്ക്. അപ്പോൾ എഫേസ്യ ലേഖനത്തിലെ ആദ്യത്തെ ഭാഗങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും, രണ്ടാമത്തെ ഭാഗം ഈ അനുഗ്രഹങ്ങളുമായി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, നീതീകരണത്തിന്റെ ഭാഗമായി ഗോഡ് ഇനിഷ്യേറ്റഡ് ബ്ലെസ്സിങ്സ് ആണ് ആദ്യ ഭാഗമെങ്കിൽ, രണ്ടാമത്തെ ഭാഗം ആ ബ്ലെസ്സിങ്സുമായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും ധർമ്മോപദേശമല്ല, ഇത് മൊത്തം പത്യോപദേശമാണ്. എഫേസ്യ ലേഖനം 1-6. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കുകയും, കർത്താവെ, അത് അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് സാധിച്ച് ദത്തെടുക്കപ്പെട്ട് മക്കളായി അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത് അങ്ങയുടെ കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി മാറുന്നത് ഞങ്ങൾ മുമ്പിൽ കാണുന്നു. കർത്താവെ, അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.